സ്പെക്ട്രോസ്കോപ്പിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കാണാം. PYQs ക്വസ്റ്റ്യൻസോട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് മതി. ഓക്കെ, question number 1. First question. The absorption at lambda maximum 279 nanometer with epsilon 15 in the UV spectrum of acetone is due to. Okay. So transitions അവരവിടെ കൊടുത്തിട്ടുണ്ട്. Lambda maximum 279 with epsilon 15. Intensity is very low. Intensity വളരെ കുറവാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. അസറ്റോണിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, സോ മെയിൻ ആയിട്ട് രണ്ട് ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞൊന്ന് പൈ സ്റ്റാറും ഒന്ന് എൻ പൈ സ്റ്റാറും ആണ് അസറ്റോണിൽ നടക്കുന്നത്. അപ്പൊ ഇതിലേത് ട്രാൻസിഷൻ ആയിരിക്കും വരാൻ സാധ്യത? 279 നാനോമീറ്ററും എപ്സിലോൺ 15ലും വരുന്നത് ഏതായിരിക്കും? എൻ പൈ സ്റ്റാർ അല്ലെ? പൈ സ്റ്റാർ അലൗഡ് ആണ്. അപ്പൊ അതിന്റെ ലാംഡ കുറയും, എപ്സിലോൺ വളരെയധികം കൂടും. അങ്ങനെയാണ് വരുന്നത് അല്ലെ? സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എൻ പൈ സ്റ്റാർ ട്രാൻസിഷൻ. എൻ പൈ സ്റ്റാർ ട്രാൻസിഷൻ. ഓക്കെ ആണോ? ഓക്കെ, ആ റീജിയനിൽ വരുന്നത് 279 നാനോമീറ്റർ എന്ന് പറയുന്ന റീജിയനിൽ വരുന്നതും എപ്സിലോൺ ഇന്റൻസിറ്റി കുറവുള്ളതും എൻ പൈ സ്റ്റാർ ആണ്. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? Next question. In the broadband decoupled C13 NMR spectrum, the number of signals appearing for bicyclic compound A to C respectively. Okay. The number of signals കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ സ്ട്രക്ചർ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്ട്രക്ചർ. C13 ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. C13 ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു സിഗ്നൽ തരും അല്ലേ? കണക്ടിവിറ്റി നോക്കിയേ, ഇത് എല്ലാം ഒരേ സിഗ്നൽ അല്ലേ തരാം അല്ലേ? നൗ CC. സോ ഫസ്റ്റ് സ്ട്രക്ചറിൽ നമുക്ക് എത്ര സിഗ്നലാണ് കിട്ടുന്നത്? 3. ഓക്കെ ആണോ? അപ്പൊ ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ സി കട്ട് ചെയ്യാം. ഓക്കെ, 3 3. രണ്ടാമത്തെ നോക്കണ്ട, 2 2. മൂന്നാമത്തെ നോക്കിയാൽ മതി 5 ആണോ 8 ആണോ എന്നുള്ളത് അല്ലേ? ഞാൻ മൂന്നാമത്തെ നോക്കാൻ പോവാണ്. രണ്ടാമത്തെ നോക്കി സമയം കളയണ്ടല്ലോ. അവർ കൊടുത്തിരിക്കുന്നത് ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, സോ എ ബി 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 സി സി അല്ലേ? ഡി ഡി ഇ. 5 ആണോ 8 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, കാണുമ്പോൾ തന്നെ അറിയാം. സോ ആൻസർ ഈസ് ഇല്ല, നോക്കി കണക്ടിവിറ്റി നോക്കിയാൽ പോരെ, ജസ്റ്റ് കണക്ടിവിറ്റി നോക്കിയാൽ മതി. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ
ബി. C13 എന്നുള്ള ചോദ്യമാണ് നമ്പർ ഓഫ് സിഗ്നൽസ്. ഓക്കെ അല്ലേ? സെക്കൻഡ് സ്ട്രക്ചർ വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ സെക്കൻഡ് ചെയ്യാതിരുന്നത്, ചെയ്യേണ്ട ആവശ്യം ഓപ്ഷനിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് സെക്കൻഡ് സ്ട്രക്ചർ. ഇതാണ് സെക്കൻഡ് സ്ട്രക്ചർ. സോ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ എ എ, ബാക്കിയൊക്കെ സെയിം അല്ലേ? ബി 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 ബി. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. In the mass spectrum of dichlorobenzene, the ratio of the peak at M by Z 146, 148 and 150 respectively. ഡൈക്ലോറോബെൻസീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മാസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് മെക്ലാഫേർട്ടി പീക്കും ഒന്ന് ഐസോട്ടോപ്പിക് പീക്കും ആയിരിക്കും. ചിലപ്പോൾ ബേസ് പീക്ക് ചോദിക്കും, എന്നാലും കൂടുതലും ഈ രണ്ട് ചോദ്യങ്ങളാണ് മാസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മെക്ലാഫേർട്ടി പീക്കും ഐസോട്ടോപ്പിക് പീക്കും. അവർ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഡൈക്ലോറോബെൻസീൻ ആണ്. അത് ഏത് ഡൈക്ലോറോബെൻസീൻ വേണമെങ്കിൽ ആവാം. 1,2 1,3 1,4. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിൽ 2 ക്ലോറിൻ പ്രസന്റ് ആണ്. അതാണ് അതിന്റെ അർത്ഥം. 2 ക്ലോറിൻ പ്രസന്റ് ആണ്. 2 ക്ലോറിൻ പ്രസന്റ് ആണെങ്കിൽ മാസില് നമുക്ക് M+2M+2M+4 എന്ന് പറയുന്ന രീതിയിലുള്ള പീക്കുകളാണ് നമുക്ക് കിട്ടുക അല്ലേ? അല്ലേ? അതായത് ക്ലോറിൻ 35 ക്ലോറിൻ 35 നമുക്കൊരു ചാൻസ് ഉണ്ട് M. ഇനി M+2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചാൻസ് ഉണ്ട്? M+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ 35, ഒരു ക്ലോറിൻ 35 ആണെങ്കിൽ ഒരു ക്ലോറിൻ 37, ഈ ക്ലോറിൻ 37 ആണെങ്കിൽ ഈ ക്ലോറിൻ 35, ഇങ്ങനെ നിന്നൂടെ? M+4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ക്ലോറിൻ എങ്ങനെ നിൽക്കാം? 37 ആയിട്ട് നിൽക്കാം. ശരിയല്ലേ? അല്ലേ? അപ്പൊ ക്ലോറിൻ 35 എന്ന് പറയണത് ക്ലോറിൻ 35 ക്ലോറിൻ 37 എന്ന് പറയുമ്പോൾ റേഷ്യോ 3:1 ആണ് അല്ലേ? അല്ലേ? 75:25 അല്ല അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് എങ്ങനെ വരും? 3 × 3 ദാറ്റ് ഈസ് 9. ഇവിടെയോ 3 × 1, ഇവിടെയോ 1 × 3. അപ്പോൾ ടോട്ടൽ ഇവിടെ 3 + 3, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇവിടെ 1 × 1, സോ 1. ഇപ്പൊ റേഷ്യോ എന്തായിരിക്കും വരാ? 9:6:1. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 9:6:1. സിമ്പിൾ അല്ലേ? ചോദ്യം നോക്കിയേ. ഓക്കെ, അപ്പോൾ ഡൈക്ലോറോബെൻസീനിൽ M:2M+2. ഇതാണ് M, ഇതാണ് M, ഇത് M+2, ഇത് M+4. സോ 2 ക്ലോറിൻ പ്രസന്റ് ആണ്. അപ്പൊ 3, അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പോസിബിലിറ്റീസ് ക്ലോറിൻ 35 ക്ലോറിൻ 35, രണ്ടാമത്തെ ക്ലോറിൻ 35 ക്ലോറിൻ 37, പിന്നെ ക്ലോറിൻ 37 ക്ലോറിൻ 35, പിന്നെ ക്ലോറിൻ 37 ക്ലോറിൻ 37. അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് റേഷ്യോ കിട്ടും. സിമ്പിൾ അല്ലേ? 9:6:1. ഓക്കെ, ഓക്കെ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം.
Next question. In the mass spectrum of the compound given below, during the alpha cleavage, the order of the preferential loss of group. ഒരു ആൽക്കഹോൾ അവർ നമുക്ക് തന്നിരിക്കുകയാണ്, അതൊരു ടെറിഷറി ആൽക്കഹോൾ ആണ്. അപ്പൊ ഈ ടെറിഷറി ആൽക്കഹോളില് ക്ലീവേജ് നടക്കുകയാണ്. ഇപ്പൊ ക്ലീവേജ് നടന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പോവാന്ന് മാസിന്റെ ഒരു അത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. CH3 then C connected to CH2 CH3 then connected to C3H7 connected to OH. അപ്പൊ ഈ ഇലക്ട്രോൺ ഇമ്പാക്ട് നടന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ O+ വരും. ഈ O+ ഇങ്ങനെയാണ് ഫസ്റ്റ് വരുന്നത്. അത് വന്നതിന് ശേഷം പിന്നെ നെക്സ്റ്റ് എലിമിനേഷൻ ആണ്. അപ്പൊ ഈ എലിമിനേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏറ്റവും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഏതായിരിക്കും? ബിഗ്ഗർ ഗ്രൂപ്പ് ആയിരിക്കും. മാസിന്റെ ഒരു ജനറൽ റൂളാണ്, ബിഗ്ഗർ ഗ്രൂപ്പ് വിൽ എക്സ്പെൽ അവേ ഫസ്റ്റ്. ബിഗ്ഗർ ഗ്രൂപ്പ് വിൽ എക്സ്പെൽ അവേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ആൻസർ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? ബിഗ്ഗർ ഗ്രൂപ്പ് വിൽ എക്സ്പെൽ അവേ. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ആദ്യം C3H7 പോവും, പിന്നെ ET പോവും, പിന്നെ മീഥൈൽ പോവും. സോ ആൻസർ വിൽ ബി ബി. ഓക്കെ ആണോ? Bigger group will expel away. Okay, so next question. അടുത്ത ചോദ്യം. The major compound X formed in the following reaction exhibited a strong absorption peak at 1765. In the IR spectrum, the structure of the compound X is. The structure of the compound X is. PCC യുടെ ഒരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണിത്. ഓക്കെ, നമുക്ക് IRന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1765 ആണ് തന്നിരിക്കുന്നത്. 1765 ഒറ്റ പീക്കാണ് അവർ പറയുന്നത് 1765. അപ്പൊ നമുക്ക് ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ആണ്. സോ ഫസ്റ്റ് ഇങ്ങനെ ഓക്സിഡേഷൻ നടക്കും. ഈ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഈ ഓക്സിജൻ പോയിട്ട് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഓപ്പൺ ചെയ്യും. ആ ബോണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മെമ്പർ റിങ് കിട്ടും. 1 2 3 4 5 അല്ലേ? എപ്പോഴും ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രത്യേകതയുണ്ട്, സൈക്ലൈസ് ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം അവൻ സൈക്ലൈസ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇവിടെ OH വരും, O- അത് OH ആവും. ബാക്കി അവിടെ ഒരു 5 മെമ്പർ റിങ് വരും അല്ലേ? ഓക്കെ, അതിനുശേഷം വീണ്ടും PCC അതിനെ ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെ ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി കിട്ടും. ശരിക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ മെക്കാനിസം അറിഞ്ഞാൽ മതി, പക്ഷെ അതിനേക്കാളും ബെറ്റർ, അതിനേക്കാളും എളുപ്പം അവർ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട് 1765 എന്നുള്ളത്. അപ്പൊ 1765 വാല്യൂ വരണത് മാച്ച് നോക്കണം. ആദ്യത്തേല് വരില്ല, ആസിഡ് ഉണ്ട്, ആസിഡിന്റെ വാല്യൂ, കീറ്റോൺ ഉണ്ട്, അതായത് 2 വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു വാല്യൂ ഉള്ളൂ 1765. കീറ്റോണിന്റെ വാല്യൂ ഒരിക്കലും 1765 വരില്ല. ഇവിടെയും 2 വാല്യൂ ഉണ്ട്, കണ്ടോ? കീറ്റോണും ആൾഡിഹൈഡും ഉണ്ട്. അപ്പോ ആൻസർ എന്തായിരിക്കും? എസ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് മെക്കാനിസം അറിഞ്ഞില്ലെങ്കിലും IRന്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. സോ IRന്റെ വാല്യൂ തന്നത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരത്തിലോട്ട് വരാൻ പറ്റും അല്ലേ? 1765 എന്ന് പറയുന്ന എസ്റ്ററിന്റെ വാല്യൂ ആണ്, സിംഗിൾ വാല്യൂ ആണ്. ഇവിടെ ശരിക്കും എയില് നമുക്ക് 2 IR വാല്യൂ വരണം, അത് തന്നില്ല. ബിയിൽ എന്ന് പറയുമ്പോൾ എന്താ, കീറ്റോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1715 ആണ്, 1715 ആണ്. അതിൽ നിന്ന് വീണ്ടും കുറയും, ഒരു 25 കുറയും, കാരണം കോഞ്ചുഗേറ്റഡ് കീറ്റോൺ ആണ്. സിയിലും നിങ്ങൾക്ക് 2 വാല്യൂ കാണാം, ഒന്ന് ആൾഡിഹൈഡിന്റെ വാല്യൂ ഉണ്ട്, ഒന്ന് കീറ്റോണിന്റെ വാല്യൂ ഉണ്ട്. പക്ഷെ ഡിയിൽ നിങ്ങൾക്ക് എസ്റ്ററിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? സിമ്പിൾ ചോദ്യമല്ലേ? 4 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, അത് ഓക്കെ, എന്തെങ്കിലും ആവട്ടെ.
4-2 ഏതായാലും എങ്ങനെ വേണമെങ്കിലും വരാം. കാരണം ഡയറക്റ്റ് ജസ്റ്റ് IR വാല്യൂ തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. പിന്നെ അവര് ഒരു പൊടിപ്പുന്നെങ്കിലും കയറ്റാനായിട്ട് അവരങ്ങനെ തന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. An organic compound A on treatment with excess of methyl magnesium chloride generates two alcohol B and C, whereas reaction of A with lithium aluminum hydride generated only a single alcohol C. Compound B on treatment with an acid yielded an olefin C6H12, which exhibited only a singlet at del 1.6 ppm in the proton NMR spectrum. The compound A is. Okay, അത് ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ കാണുമ്പോൾ ഇത് ശരിക്കും ബേസിക് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആണ് സംഗതി എന്ന് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട് എ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ C8H16O2. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ടത് എല്ലാത്തിലും 8 കാർബൺ ഉണ്ടോന്ന് ആദ്യം ചെക്ക് ചെയ്യാൻ മിക്കവാറും ഉണ്ടായിരിക്കും. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പൊ അവര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് അവര് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ട്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് വേറെ ഇതില്ലല്ലോ. അപ്പോ ഫസ്റ്റ് അവരെന്താ ചെയ്തിരിക്കണേ, എല്ലാം എസ്റ്ററുകളാണ്. IR വാല്യൂ തന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സൗകര്യം ഉണ്ടായേനെ, അവർ തന്നില്ല. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചറിനെ എക്സസ് ഓഫ് മീഥൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. എക്സസ് ഓഫ് മീഥൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2 ആൽക്കഹോൾസ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് CH3 MgBr വെച്ച് ട്രീറ്റ് ചെയ്യണം. അപ്പൊ CH3 മൈനസ് വരും, ഈ CH3 മൈനസ് വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഈ ബോണ്ട് പൊട്ടും. ഇതെല്ലാം ആദ്യം സംഭവിക്കുക എസ്റ്ററിന്റെ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇവിടെ ആദ്യം ഡബിൾ ബോണ്ട് O, ഇവിടെ CH3 വരും, ഇവിടെ OH, then connected to CH അല്ലേ, OH connected to CH2, this one. ഇതൊക്കെയാണോ ഞാൻ ഈ ഒരു സ്റ്റെപ്പ്? നമ്മൾ ബേസിക് റിയാക്ഷൻ ഗ്രിഗ്നാഡിന്റെ, പക്ഷെ എക്സസ് ആണ്. ഗ്രിഗ്നാഡ് എക്സസ് ആയതുകൊണ്ട് വീണ്ടും കീറ്റോണിനെ അറ്റാക്ക്, ശരിയല്ലേ, കീറ്റോൺ അറ്റാക്ക് ചെയ്തിട്ട് കിട്ടും. സോ അവര് പറയണത് എന്താ, 2 ആൽക്കഹോൾസ്, അത് Bയും Cയും. ഇത്രയും ഓക്കെ ആണോ? നമ്മളെ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കി ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് ചെയ്തു എന്നുള്ളൂട്ടോ, A എടുത്ത് ചെയ്തതാണ്. ഗ്രിഗ്നാഡ് റിയേജന്റ് അറ്റാക്ക് ചെയ്തു, ഗ്രിഗ്നാഡ് റിയേജന്റ് അറ്റാക്ക് ചെയ്ത് നമുക്ക് 2 ആൽക്കഹോൾസ് കിട്ടി, Bയും Cയും. ഇത്രയും ഓക്കെ ആണോ? ഞാൻ അസ്യൂം ചെയ്യാണ്, ലെറ്റ് ഇറ്റ് ഈസ് A. ഇത് A ആണെന്ന് അസ്യൂം ചെയ്യാണ്, നമുക്ക് അറിയില്ല അത് A ആണോ എന്നുള്ളത്. ഇതൊക്കെയാണോ? ഇനി അവരെന്താ പറയണ, എയിലോട്ട് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്താല്, എയിലോട്ട് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് സിംഗിൾ ആൽക്കഹോൾ കിട്ടും, ആൻഡ് ദാറ്റ് ഈസ് C. ഓക്കെ, അപ്പൊ നമ്മൾ എസ്റ്ററിന് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ എസ്റ്ററിലോട്ട് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, CH3 CH CH3 CH2OH അല്ലേ. ഇപ്പുറത്ത് എന്താ കിട്ടുന്നത്, സെയിം ആളെ തന്നെയല്ലേ കിട്ടുന്നത്. ഓക്കെ, ഞാൻ മെക്കാനിസം ജസ്റ്റ് കാണിക്കാം. എടുക്കണം A, മെക്കാനിസം ജസ്റ്റ് ഇവിടെ പറയാം. എയുടെ സ്ട്രക്ചർ ഞാൻ നോക്കട്ടെ. എയുടെ സ്ട്രക്ചർ ഇതല്ലേ സ്ട്രക്ചർ, അപ്പൊ ആദ്യം ഫസ്റ്റ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വരും, ആദ്യം വന്നിട്ട് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും, ഈ ബോണ്ട് പൊട്ടിക്കും അല്ലേ, ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഫസ്റ്റ് ആൽഡിഹൈഡ് കിട്ടും. ഇതേപോലെ അപ്പുറത്ത് ആൾ OH CH2 CH CH3 ട്വൈസ്. വീണ്ടും
ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വന്ന് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും, ആൽഡിഹൈഡിനെ അറ്റാക്ക് ചെയ്യും. ആൽഡിഹൈഡിനെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ പ്രൊഡക്റ്റ് CH3 CH3 CH2OH അല്ലേ? CH2OH. ഓക്കെ, അപ്പൊ ആ രണ്ട് പ്രൊഡക്റ്റ് സെയിം ആണ്, അതാണ് അവർ പറഞ്ഞത്. അതായത് whereas the reaction of A with lithium aluminum hydride generated only a single alcohol C. ഓക്കെ, അപ്പോ നമുക്ക് സിംഗിൾ ആൽക്കഹോൾ തന്നെ കിട്ടി, ഇത് രണ്ടും സി ആണ്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അവർ പറഞ്ഞ പോലെ എന്താ പറയണ, എയിലേക്ക് ഗ്രിഗിനാഡ് ആഡ് ചെയ്യുമ്പോൾ 2 ആൽക്കഹോൾ കിട്ടുന്നു, ബിയും സിയും. എയിലേക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആൽക്കഹോൾ കിട്ടുന്നു, സി. അപ്പൊ എ ഓപ്ഷൻ ആവാനാണ് സാധ്യത തോന്നുന്നു. ഇനി അവർ പറയണത് കോമ്പൗണ്ട് ബി ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ആൻ ആസിഡ് ഈൽഡഡ് ആൻഡ് ഒലിഫീൻ which exhibited only a singlet at 1.6 ppm. ഓക്കെ, അപ്പൊ അതില് നമ്മുടെ ബിഒ സിഒ അതില് അവർ പറയണത് ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ, നമ്മളിപ്പോ ബി എടുക്കാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഡീഹൈഡ്രേഷൻ നടത്തി കഴിയുമ്പോൾ യു ആർ ഗെറ്റിംഗ് ആൻ ആൽക്കീൻ. നമുക്കൊരു ആൽക്കീൻ ഇവിടെ കിട്ടുന്നുണ്ട്. ആ ആൽക്കീന്റെ ഫോർമുല C6H12 ആണ്. ഓക്കെ ആണ്, C6H12. അത് മാത്രമല്ല, അത് നമുക്കൊരു സിംഗ്ലറ്റ് ആണ് തരുന്നത്. ശരിയാണല്ലോ, സിംഗ്ലറ്റ് ആണ് തരുന്നത്. എല്ലാ CH3 ഗ്രൂപ്പുകളല്ലേ, 1.2 ppm. എല്ലാം ഓക്കെ ആണ്. ഓക്കെ, സോ എന്തോ ഭാഗ്യത്തിന് ഞാൻ എ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നിങ്ങൾക്ക് ആ റൂട്ട് മനസ്സിലായോ? എനിക്ക് അത് മതി ഞാൻ ചെയ്തത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വരണമെന്നില്ല പരീക്ഷയ്ക്ക്, അത് ഓരോ പരീക്ഷയുടെ നേച്ചർ അനുസരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ വന്നിട്ട് NMR ചോദിക്കാം. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അതായത് ഒരു കോമ്പൗണ്ട് അവർ, ഒരു എസ്റ്റർ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് അവർ നമുക്ക് തന്നിട്ട് ഗ്രിഗിനാഡിന്റെ റിയാക്ഷനും ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന്റെ റിയാക്ഷനും തന്നിട്ട് ആ കോമ്പൗണ്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെക്ട്രം, വേറെ ഒന്നുമില്ല. ഓക്കെ ആണോ? ഓക്കെ, ഇതിൽ നമുക്ക് വേറെ എന്താ പറയുന്ന, എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാൻ ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്തത്, ഇൻ ദ IR സ്പെക്ട്രം കാർബോണിൽ അബ്സോർപ്ഷൻ ബാൻഡ് ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട് appears at. IR അവർ മിക്കവാറും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എസ്റ്റർ ആയിരിക്കും കേട്ടോ. എസ്റ്റർ, പിന്നെ അൻഹൈഡ്രൈഡ്. സാധാരണ ഞാൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എസ്റ്റർ ആണ്. കീറ്റോൺ മെയിൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഇവന്മാരാണ്. അപ്പൊ ഇത് എസ്റ്റർ ആണ്. ഈ എസ്റ്ററിന്റെ IR അബ്സോർപ്ഷൻ പീക്ക് ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ എസ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം വരുന്ന റീജിയൻ എന്ന് പറയുന്നത്, എസ്റ്ററിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1750, 1740 തൊട്ട് 1750, 60 റേഞ്ചിലാണ് എസ്റ്റർ വരാം. ഓക്കെ, 1740 എന്ന് വിചാരിക്കുക. 1740 അല്ലെങ്കിൽ 1745, അത് ഓരോ ബുക്കിൽ അതിനനുസരിച്ച് മാറും. ഇതിലെന്താ സംഭവിക്കണേ, ഈ എസ്റ്ററിന്റെ പ്രത്യേകത എന്താ? ഈ എസ്റ്റർ, ഈ വാല്യൂ എന്ന് പറയുന്നത് നോർമലി 6 മെമ്പേർഡിന്റെ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 മെമ്പേർഡ് എസ്റ്ററിന്റെ വാല്യൂ ആണ്, ഇയാളുടെ വാല്യൂ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 5 മെമ്പേർഡ് ആണ്. അപ്പൊ ഈ 5 മെമ്പേർഡ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് റിംഗ് സ്ട്രെയിൻ വരും. എന്താ വരാ? റിംഗ് സ്ട്രെയിൻ. അപ്പൊ 6 മെമ്പേർഡിൽ നിന്ന് എസ്റ്റർ 5 മെമ്പേർഡിലോട്ട് പോയി കഴിയുമ്പോൾ 6 മെമ്പേർഡിൽ നിന്ന് എസ്റ്റർ 5 മെമ്പേർഡിലോട്ട് പോയി കഴിയുമ്പോൾ IR വാല്യൂന് എന്തായിരിക്കും സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ IR വാല്യൂ? IR വാല്യൂന് എന്ത് ചേഞ്ച് ആണ് വരുന്നത്? ഓക്കെ, IR വാല്യൂ ഇൻക്രീസ് ചെയ്യും. IR വാല്യൂ എന്താ സംഭവിക്കുക? ഇൻക്രീസ് ചെയ്യും.
IR വാല്യൂ ഇൻക്രീസസ്. അതായത് റിങ്ങിന്റെ സൈസ് കുറയും തോറും IR വാല്യൂ കൂടും. ഒരു 25 തൊട്ട് 30 വരെ കയറും. അപ്പൊ ഞാനൊരു 25 to 30, ഞാൻ 30 ഇടാണ്. അപ്പൊ എന്താ കിട്ടുന്ന വാല്യൂ? 1770 സെന്റിമീറ്റർ റേസ് ടു -1. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോ 6ൽ നിന്ന് അപ്പൊ എന്താ സംഭവിക്കും? 6ൽ നിന്ന് 5ലോട്ട് പോകുമ്പോൾ, 5ൽ നിന്ന് 4ലോട്ട് പോകുമ്പോൾ, 4ൽ നിന്ന് 3ലോട്ട് പോകുമ്പോഴെല്ലാം എന്താ സംഭവിക്കുക? IR വാല്യൂ ഇൻക്രീസ് ചെയ്യും. IR വാല്യൂ ഇൻക്രീസസ്. പെർസെന്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടാണ്. പെർസെന്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോണ്ട് സ്ട്രെങ്ത് കയറും. അതായത് സി ഡബിൾ ബോണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ലോൺ പെയറും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇതിന് എന്ത് കിട്ടും? ഒരു ട്രിപ്പിൾ ബോണ്ട് ഓ ടൈപ്പ് ഇങ്ങനെ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോണ്ട് സ്ട്രെങ്ത് കയറും, കെ കയറും. കെ കയറുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കയറും. അങ്ങനെ കയറുമ്പോൾ വൈബ്രേഷൻ ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. അപ്പൊ റിംഗ് സ്ട്രെയിൻ വരുമ്പോൾ IR വാല്യൂ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ. ഇതൊക്കെയാണോ? സിമ്പിൾ ചോദ്യം അല്ലേ? Next question. ഓക്കെ, അടുത്ത ചോദ്യം. In the mass spectrum of dodecahedron, approximate ratio of the peaks at M by Z 260 and 261. 260, 261. C20, H20. ഇതാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ M/2 M+1 ഇതാണ് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 260ഉം 261 അല്ലേ? 260ഉം 261. അപ്പൊ നമുക്കറിയാം C13, C12, C13 ഏകദേശം 1.1% ആണ് ഉള്ളത് അല്ലേ? ഇത് അപ്രോക്സിമേറ്റ്ലി 100% എടുക്കുക. ശരിയല്ലേ? ഓക്കെ അല്ലേ? C13 നമ്മൾ C30 പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെർസെന്റേജ് ഓഫ് അബണ്ടൻസ് C13 വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്ലിറ്റിംഗ്, കാർബൺ സ്പ്ലിറ്റിംഗ് ഒന്നും നമ്മൾ എടുക്കാറേ തന്നെ ഇല്ല, ഏത് ഹൈഡ്രജൻ സ്പ്ലിറ്റിംഗ് എടുക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ 20 കാർബൺ ആയതുകൊണ്ട് 20 × 1.1, അപ്പൊ ഏകദേശം എത്ര വരും? 22%. അപ്പൊ അങ്ങനെയാണെങ്കിൽ 100:22. 100:22 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 20 × 5, 5:1 അല്ലേ ആൻസർ? ഓക്കെ, അടുത്ത ചോദ്യം. An organic compound exhibited the following proton NMR spectral data. The compound among the choices. The compound among the choices. ഓക്കെ, അപ്പൊ അവരെന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കുക. C8H10O ആണ്. Exhibited the following 2.5 3 hydrogen singlet, 3.8 3 hydrogen singlet, 6.8
2 hydrogen doublet, J is equal to 8 hertz. 7.2 2 hydrogen doublet, J is equal to 8 hertz. ഇത്രയും NMR ഡാറ്റ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാവരും ആദ്യം എഴുതുക. ഫസ്റ്റ് ഇത് എഴുതുക. എഴുതിയോ? അവർ തന്നിരിക്കുന്ന ഡാറ്റ ഞാൻ എഴുതി, വേറെ ഒന്നുമില്ല. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. ഇതിലെ ടോട്ടൽ നിങ്ങൾക്ക് 4 സിഗ്നലുകളാണ് കിട്ടുന്നത്. എത്ര സിഗ്നലുകൾ കിട്ടുന്നത്? നമ്പർ ഓഫ് സിഗ്നൽസ് എത്രയാ? 4. ശരിയല്ലേ? നമ്പർ ഓഫ് സിഗ്നൽസ് 4 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സ്ട്രക്ചർ നോക്കാം. ആദ്യത്തെ സ്ട്രക്ചർ നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് കളയാൻ പറ്റുമോ നോക്കാം. 4 ഈഥൈൽ ഫീനോൾ ആണ്. സോ OH, പിന്നെ ഏതുള്ളത്? OH, ഈഥൈൽ CH2 CH3. നമുക്കിത് റൂൾ ഔട്ട് ചെയ്ത് കളയാം. കാരണം 1H എന്ന് പറഞ്ഞ OHന്റെ പീക്ക് അവർ തന്നിട്ടില്ല. തന്നിട്ടുണ്ട് എന്നെ മാറുള്ളത്. 1H വേണ്ടേ? 1H വേണ്ടേ? തന്നിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് ഫീനോളിനൊക്കെ കട്ട് ചെയ്യാം. ഫീനോൾ വേണ്ട, അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. ഉത്തരായില്ലേ? നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോ. CA 4 മീഥൈൽ അനിസോള് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോ. 4 മീഥൈൽ അനിസോൾ, OCH3 ആൻഡ് CH3. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോ. 3.8, 2.5, 6.8 OCH3 അല്ലേ, 7.2. നോക്കിക്കോ, OCH3യുടെ അടുത്ത് വരുന്ന പ്രോട്ടോൺസിന്റെ വാല്യൂ കുറയില്ലേ? കാരണം അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് അതിന്റെ ഓർത്തോ പൊസിഷനിലുള്ള വാല്യൂ കുറയും അല്ലേ. അതിന് 6.8 ആയത്. മറ്റേത് നോർമൽ വാല്യൂ ആണ് 7.2. ശരിക്കും 7.5 ആണ്. അവിടെ CH3 ഗ്രൂപ്പ് വന്നതുകൊണ്ട് ചെറുതായിട്ട് കുറഞ്ഞു, 7.2. ഓക്കെ ആണോ ചോദ്യം? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An organic compound having molecular formula C15H14O, C15H14O, having the following spectral data, identify the compound. ഏത് കോമ്പൗണ്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിലെ അവര് നമുക്ക് പ്രോട്ടോൺ NMR തന്നിരിക്കുന്നത് 2.4 സിംഗ്ലറ്റ്, 7.2 ഡബിളറ്റ്, J is equal to 8 hertz, 7.7 doublet, J is equal to 8 hertz. That means you have only നമ്മുടെ സ്ട്രക്ചറിൽ 3 സിഗ്നൽസേ ഉള്ളൂ അല്ലേ. 3 സിഗ്നൽസേ നമ്മുടെ സ്ട്രക്ചറിലുള്ളൂ. 3 സിഗ്നൽസ്. അപ്പൊ നമ്മൾ നോക്കിയേ, 3 സിഗ്നൽസ്. ഫസ്റ്റത്തെ കേസിൽ എത്ര സിഗ്നൽ വരാൻ സാധ്യതയുണ്ട്? ഇത് എ, ഇത് എ, ഇത് ബി, ഇത് ബി, ഇത് സി അല്ലേ, ഇത് സി, ഇത് ഡി, ഇത് ഡി. പോയില്ലേ? ആദ്യത്തെ പോയില്ലേ? ഇ, ഇ. ആദ്യത്തെ വരില്ലല്ലോ, വരില്ല. ഇവിടെ രണ്ടാമത്തെയോ? സെക്കൻഡ് വൺ എ, എ, ബി, 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 സി, 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 സി അല്ലേ, ഡി, ഡി. ഓ സോറി, തെറ്റിപ്പോയി, ഞാൻ സി ഇട്ട് തെറ്റിപ്പോയി. ഇവിടെ സി, ഇവിടെ ഡി. 4 സിഗ്നൽസ് ഇല്ലേ? ഇല്ലേ ബിയില്? അപ്പൊ എന്തായാലും ബിയും വരില്ല, സിയും വരില്ല. സി കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ അല്ലേ, സി എന്തായാലും ഒക്കെ ഡിഫറെന്റ് അല്ലേ. ഡി ആയിരിക്കും ഉത്തരം. നോക്കിയേ,
ഡി അല്ലേ വരണേ? എ എ ബി 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 സി 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 സി. സോ ആൻസർ ഈസ് ഡി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. സിയിലൊക്കെ ഡിഫറെന്റ് ആണ്. എ ബി ബി സി സി ഡി ഡി ഇ ഇ എഫ്. സോ ദാറ്റ് ഈസ് സി. ഫസ്റ്റ് കണക്ടിവിറ്റി നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? ആൻസർ ഈസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. Appropriate proton NMR chemical shift for the protons A to D for the following compound are. ഒരു കോമ്പൗണ്ട് അവർ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ പ്രോട്ടോൺ NMR സ്പെക്ട്രം ഏതാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ നമ്മുടെ 4 ടൈപ്പ് പ്രോട്ടോൺസ് അവിടെ ഉണ്ട്. അപ്പൊ അതിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക OCH3. അതായത് OCH3യുടെ വാല്യൂ എന്ന് പറയുന്നത് 3.5 മേലെ ആയിരിക്കും എപ്പോഴും. കാരണം അവിടെ ആ കാർബൺ ഹൈഡ്രജൻ ഈസ് കണക്റ്റഡ് ടു ആൻ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്, ഓക്സിജൻ അല്ലെ. ഓക്സിജന്റെ മൈനസ് ഐ ഇഫക്റ്റ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡെൽ വാല്യൂ വളരെ കൂടുതലായിരിക്കും. എബവ് 3.5 ആണ് വരിക, എബവ് 3.5 കേട്ടോ. ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ. അത് നിങ്ങൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കിക്കോ. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ഒരു OCH3 ഉണ്ടായിരുന്നില്ലേ ഇവിടെ, ഇതേ കണ്ട 3.8 3.9 ആ റേഞ്ചിൽ വന്ന് കിടക്കും. നിങ്ങൾ മനസ്സിലെപ്പോഴും വേണം കേട്ടോ. അതേപോലെ ഈ ബെൻസൈലിക് പൊസിഷൻ, അത് നമ്മൾ ചാർട്ട് നോക്കുക, ചാർട്ട് നോക്കി നമ്മൾ മനസ്സിൽ പതിപ്പിച്ച് വെക്കുക. അപ്പോ CH3യുടെ വാല്യൂ എന്ന് പറയുന്നത് 3.5 ആൻഡ് എബവ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. 3.9 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ സി കട്ട് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. സി നോക്കേണ്ട കാര്യമില്ല, ഇത് രണ്ട് സെയിം ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എയും ബിയും തമ്മിലുള്ള ഇതായിരിക്കും അല്ലെ, എയും ബിയും. അപ്പൊ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ റെസണൻസ് ഉണ്ട്. അപ്പൊ ഈ റെസണൻസ് വരുന്ന സമയത്ത് നോക്കിയേ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജ് വരും. പോസിറ്റീവ് ചാർജ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡെൽ വാല്യൂ എപ്പോഴും ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഡെൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ബിയുടെ വാല്യൂ എയുടെ വാല്യൂയേക്കാളും കൂടുതലായിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി, ബിയുടെ വാല്യൂ അല്ലേ. അത് NMR പറയുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിന്റെ കേസിൽ ഇങ്ങനെ റെസണൻസ് നടക്കുന്ന കാരണം എന്താ സംഭവിക്കുന്നത്? ഇതേ ഇങ്ങനെ വന്ന് നിൽക്കല്ലേ, ഇങ്ങനെ വന്ന് നിൽക്കല്ലേ, ലൈക്ക് ദിസ്. അപ്പൊ ഇയാളുടെ ഡെൽ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ. Okay, so next question. The number of signals that appear in the broadband decoupled C13 NMR spectra of phenanthrene and anthracene respectively. Phenanthrene and anthracene. C13 കൂടുതൽ അവർ ചോദിക്കാറുള്ളത് അരോമാറ്റിക് സിസ്റ്റംസ് ആണ്. ഫിനാന്ത്രീൻ ആൻഡ് ആന്ത്രസീൻ. അപ്പൊ ആന്ത്രസീന്റെ സ്ട്രക്ചർ C13 പീക്ക് ആണ് കേട്ടോ. ദിസ് ഈസ് ആന്ത്രസീൻ. ഫിനാന്ത്രീൻ
ഫിനാന്ത്രീൻ. ആന്ത്രസീനില് എ എ എ എ അല്ലേ, ഒരു സെക്കൻഡിൽ തരും. ബി 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 സെക്കൻഡ്, സി തേർഡ്, ഡി 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 ഡി. സോ ടോട്ടൽ 4. ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. ഇനി ഫിനാന്ത്രീൻ നോക്കണം. സോ ഫിനാന്ത്രീനിൽ എങ്ങനെ വരും? എ എ ബി ബി അല്ലേ, സി സി ഡി ഡി ഇ ഇ എഫ് എഫ് ജി ജി. 7. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? സെവൻ. ഓക്കെ, ഡയറക്ട് ക്വസ്റ്റൻ അല്ലേ? ഒന്നുമില്ലല്ലോ, ജസ്റ്റ് നോക്കിയാൽ പോരെ കണക്ടിവിറ്റി. അടുത്ത ക്വസ്റ്റനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സിഗ്നൽസ്. അടുത്ത ചോദ്യം, ഇൻ ദ 400 MHz proton NMR spectrum of an organic compound exhibited a doublet. The two lines on the doublet are 2.35 and 2.38. Coupling constant J value. J value കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിന്റെ NMR എന്ന് പറയുന്നത് 400 MHz ആണ്. അതായത് TMS റെസൊണേറ്റ് ചെയ്യുന്നത് 400 MHz അപ്പൊ ഇതില് അവർ പറയണത് ഒരു ഡബ്ലറ്റ് ആണ് കിട്ടുന്നത്. 2.35 2.38 ppm. So what is the J value? എന്തായിരിക്കും J value വരാ? എന്തായിരിക്കും J value വരെ? ഇതിന്റെ ഡിഫറൻസ് എടുക്കുക, 2.38ന്റെയും 2.35യുടെയും ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് ഏത് NMR ആണോ ഉള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതന്നെ, വേറൊന്നുമില്ല. എത്ര ഉത്തരം കിട്ടണമെന്ന് നോക്കിയേ. അതിന്റെ ഡിഫറൻസ് എത്രയാ? 0.03 അല്ലേ, 400 അല്ലേ, എത്ര വരും? 12. ഓപ്ഷൻ ഡി. ഓക്കെ, ശരിക്കും PPM അത് ശരിക്കുള്ള ഫോർമുല അനുസരിച്ച് PPM ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണം. 10⁻6 കൊടുത്തിട്ട് മെഗാഹേർട്സിനെ ഹേർട്സിലോട്ട് മാറ്റണം. അതിന്റെ ആവശ്യമില്ല, ക്യാൻസൽ ആയി പോകുമല്ലോ. മുകളിൽ 10⁻6ഉം താഴെ 10⁻6ഉം ക്യാൻസൽ ആയി പോകും. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇതിന് ഡിഫറൻസ് എടുക്കുക, NMR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് NMR ആണ് അവർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. രണ്ട് കോമ്പൗണ്ട് അവർ തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു OCH3 കണ്ട വഴിക്ക് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 3.8 3.9 അടുത്തേക്ക് പോകണം. വേണ്ടേ? OCH3 ഇവിടെ കിടക്കുന്നത് ബിയിലല്ലേ? അപ്പോ നിങ്ങൾ നോക്കിയേ,
3.9. അപ്പോൾ ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ സി കട്ട് ചെയ്യാം. കട്ട് ചെയ്തുകൂടെ? ഇനി ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നിങ്ങൾ കമ്പയർ ചെയ്തേ. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യം വരുന്നത്, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് രണ്ടിലും 2.1 കോമൺ ആണ്. പിന്നെ നമുക്ക് അരോമാറ്റിക് പ്രോട്ടോൺസിന്റെ വാല്യൂ നോക്കുക. അരോമാറ്റിക് പ്രോട്ടോൺസ് അതേ പറ്റുള്ളൂ. അപ്പൊ അരോമാറ്റിക് പ്രോട്ടോൺസിന്റെ വാല്യൂ നോക്കുക നിങ്ങൾ. അരോമാറ്റിക് പ്രോട്ടോൺസിൽ നിങ്ങൾ നോക്കിയ എയില് ബെൻസീൻ റിംഗ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടാണ്, നോക്കിയ ഓക്സിജൻ. പക്ഷെ ബിയില് ബെൻസീൻ റിംഗ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടാണ്. ശരിയല്ലേ? നോക്കിയേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഇവൻ ഇലക്ട്രോണിനെ ഓർത്തോ പൊസിഷനിലോട്ടും പാരാ പൊസിഷനിലോട്ടും വരുമ്പോൾ ഇത് ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറും. ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെൽ വാല്യൂ എന്താ സംഭവിക്കുക? കുറയും. ഓർത്തോ പാരാ പൊസിഷനിൽ ഡെൽ വാല്യൂ കുറയും. ആ സമയം ഇവൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ എടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഓർത്തോ പാരാ പൊസിഷൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവും. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവുമ്പോൾ ഡെൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോ ഡെൽ വാല്യൂ അരോമാറ്റിക് പ്രോട്ടോൺസിന്റെ വാല്യൂ കൂടുതൽ ബിക്ക് ആയിരിക്കണം. അങ്ങനെ ബിക്ക് ആയിരിക്കണമെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? ഓപ്ഷൻ എ. നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ചോദ്യം. മാച്ച് ദ ഫോളോയിങ്. ഇതിന്റെ ചാർട്ട് ഞാൻ തരാം നിങ്ങൾക്ക്, എല്ലാത്തിന്റെയും സ്പെക്ട്രോസ്കോപ്പിയുടെ ചാർട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള വാല്യൂസ്. നമ്മൾ ചാർട്ട് നോക്കിയിട്ട് പഠിക്കുക, നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ജസ്റ്റ് ഇത് വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെൽ വാല്യൂ മാച്ചിങ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വാല്യൂ ഇതിൽ ആർക്കായിരിക്കും? നമുക്ക് അറിയണമല്ലോ. നമ്മളിതിപ്പോ അറിയാതെ നമുക്ക് പഠിക്കണം. ചാർട്ട് നോക്കിയാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോ ഏറ്റവും കൂടുതൽ ഡെൽ വാല്യൂ കീറ്റോണിനാണ്, കാർബോണിൽ ഗ്രൂപ്പിനാണ് കേട്ടോ, കാർബോണിൽ ഗ്രൂപ്പിനാണ്. അപ്പൊ അസറ്റോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് 205 ആയിരിക്കും. ദാറ്റ് മീൻസ് സി എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പൊ C4 എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. നമുക്കിനി A3 C4. അപ്പൊ നമുക്കിനി ബിയും ഡിയും നോക്കിയാൽ മതി. ബി അസറ്റോനൈട്രൈലും ഡി കാർബൺ ടെട്രാക്ലോറൈഡും ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും കാർബൺ ടെട്രാക്ലോറൈഡിന്റെ വാല്യൂ എന്തായാലും കുറവായിരിക്കും, കാരണം മറ്റേത് C ട്രിപ്പിൾ ബോണ്ട് തന്നെയാണ്. അപ്പോ അസറ്റോനൈട്രലിന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ വരിക. അപ്പൊ ബി എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് 1. അപ്പൊ B2 ആയിരിക്കും അല്ലെ? B2. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ? നോക്കിയേ അല്ലേ? ഏറ്റവും കൂടുതൽ വാല്യൂ കാർബോണിലായിരിക്കും ഈ തന്നിരിക്കുന്നതിൽ. അതിനുശേഷം ആസിഡിനായിരിക്കും, ആസിഡ് കഴിഞ്ഞാൽ നൈട്രൈലിനായിരിക്കും, പിന്നെ കാർബൺ ക്ലോറിനായിരിക്കും. ഡയറക്റ്റ് ചോദ്യമാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ. Next question. In the proton NMR spectrum recorded at 293 Kelvin, an organic compound C3H7O exhibited signals at del 7.8
2.8 and 2.6 the compound is. ഏതാണ് കോമ്പൗണ്ട് എന്ന്? അപ്പൊ അവര് നമുക്ക് തന്നിരിക്കുന്നത് 7.8 1 ഹൈഡ്രജൻ സിംഗ്ലറ്റ്, 2.8 3 ഹൈഡ്രജൻ സിംഗ്ലറ്റ്, 2.6 3 ഹൈഡ്രജൻ സിംഗ്ലറ്റ്. ഇങ്ങനെയാണ് അവർ വാല്യൂ തന്നിരിക്കുന്നത്. അതായത് 3 NMR സിഗ്നൽസ് ഉണ്ട്. 3 NMR സിഗ്നൽസ് ഉണ്ട്. അപ്പൊ 1 ഹൈഡ്രജൻ 7.8. അപ്പോ നമുക്ക് നമ്മൾ സ്ട്രക്ചർ എ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എച്ച് സി ഡബിൾ ബോണ്ട് ഒ എൻ Me2. അപ്പൊ നമ്മൾ ഈ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സിഗ്നലാണ് കിട്ടുക. സ്ട്രക്ചർ ബി നോക്കാം. ബി സ്ട്രക്ചർ CH3 N ഡബിൾ ബോണ്ട് സി എച്ച് എൻ Me2. നമുക്ക് ഈ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സിഗ്നൽ കിട്ടും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ 3 സിഗ്നലാണ് കിട്ടുക. ഒന്ന് എ, ഒന്ന് ബി, പിന്നെ സി 3 സിഗ്നൽസ് കിട്ടും. പക്ഷെ ആ 3 സിഗ്നൽസില് നമുക്ക് സിയില് 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ടോട്ടൽ അവിടെ 6 ഹൈഡ്രജൻ വരണം. പക്ഷെ അങ്ങനെ ഒരു ഡാറ്റ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ബി എടുക്കാൻ പറ്റത്തില്ല, മാച്ച് ആവുന്നില്ല. ദെൻ സി നോക്കാം. സിയിലെ CH3 N H സി ഡബിൾ ബോണ്ട് ഒ Me. ഇവിടെ നമുക്ക് എ ബി സി 3 സിഗ്നൽസ് ഉണ്ട്. പക്ഷെ ഡെൽ വാല്യൂ മാച്ച് ആവുന്നില്ല. കാരണം 2.8ഉം 2.6ഉം ആണ് വാല്യൂ. അപ്പോൾ N കണക്ട് അതായത് CH3 കണക്റ്റഡ് ടു Nന്റെ വാല്യൂ ആയിരിക്കില്ല CH3 കണക്റ്റഡ് ടു സിഒന്. ഒരിക്കലും 2.8 2.6 വാല്യൂ അല്ല വരാം. നല്ല ഡിഫറൻസ് വരും. കാരണം ഒന്ന് ഡയറക്ട്ലി നൈട്രജൻ ആയിട്ടാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നൈട്രജൻ ആയിട്ടും ഓക്സിജൻ ആയിട്ടും ഒക്കെ കണക്ഷൻ വരുമ്പോൾ വാല്യൂ കൂടും. ഒരിക്കലും ഒരു 0.2ന്റെ ഡിഫറൻസിലൊന്നും അത് വരില്ല. അപ്പൊ സിയു ഇല്ല. ദെൻ നമുക്കിപ്പോ എയും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവർ തന്നിരിക്കുന്ന സ്ട്രക്ചർ അനുസരിച്ചിട്ട്. ദെൻ ഡി എന്ന് പറയുമ്പോൾ CH3 സി ഡബിൾ ബോണ്ട് N H O CH3. ഇവിടെ നിങ്ങൾക്ക് 3 സിഗ്നലാണ് കിട്ടുന്നത്. പക്ഷെ ഇതും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒന്ന് ഓക്സിജനിലോട്ടാണ് കണക്ഷൻ, ഒന്ന് കാർബണിലോട്ടാണ് കണക്ഷൻ. അപ്പൊ ഒരിക്കലും ഈ റേഞ്ചിലുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ 4 സ്ട്രക്ചറിൽ ബിയും സിയും ഡിയും 3 സിഗ്നൽ വെച്ച് തരുന്നുണ്ടെങ്കിലും ഡെൽ വാല്യൂ മാച്ച് ആവുന്നില്ല. എയില് നമുക്ക് 2 സിഗ്നലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കാര്യം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NMRൽ നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ആ കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫ്ലക്ഷണൽ NMR. ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു വാക്കായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഫ്ലക്ഷണൽ NMR അല്ലെങ്കിൽ ഡൈനാമിക് പ്രോട്ടോൺ NMR. ഇവിടെ നമ്മൾ അങ്ങനെയാണ് പഠിക്കുക, ഡൈനാമിക് പ്രോട്ടോൺ NMR. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ഫ്ലക്ഷണൽ NMR അല്ലെങ്കിൽ ഡൈനാമിക് പ്രോട്ടോൺ NMR. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു എ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, എ എന്ന് പറയുന്ന സ്ട്രക്ചർ ആക്ച്വലി 2 രീതിയിൽ നിൽക്കും. ഒന്ന് HC ഡബിൾ ബോണ്ട് ഒ N Me2 എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഈ നൈട്രജനും കാർബോണിൽ ഗ്രൂപ്പും തമ്മിൽ ഒരു റെസണൻസ് ഉണ്ട്. ആ റെസണൻസ് നടന്നു കഴിയുമ്പോൾ HCO മൈനസ് ഡബിൾ ബോണ്ട് Me കണ്ടോ, ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ സിഗ്നൽ നോക്കിയേ, ഇത് എ, ഇത് ബി, ഇത് സി. കണ്ടോ, ഈ 2 മീഥൈൽ ഗ്രൂപ്പിന്റെ എന്തായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് 2.8ഉം 2.6ഉം വരും. മറ്റേന്റെ വാല്യൂ ആണ് അവർ കൊടുത്തിരിക്കുന്നത് 7.8. ആൽഡിഹൈഡ് പീക്കിന്റെ വാല്യൂ ആണ് 7.8. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എയില് 2 സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചിന്ത പിന്നെ ബാക്കി ബിയോ സിയോ ഡിയിലോട്ടായിരിക്കും. കാരണം അതാണ് 3 സിഗ്നൽ തരുന്നത്. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കത്ത് പോലും ഇല്ല. മനസ്സിലായോ? നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ കയറിയില്ലെങ്കിൽ ഡൈനാമിക് പ്രോട്ടോൺ NMR ആകെ കൂടി ഒരു എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഈ ഒരു എക്സാമ്പിളേ ഉള്ളൂ.
HCONMe2 അല്ലെങ്കിൽ CH3CONMe2 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ. ക്ലിയർ ആണോ ചോദ്യം? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. മൂന്ന് സിഗ്നല്, 3 സിഗ്നൽസ്. മനസ്സിലായോ? ഞാൻ റൂൾ ഔട്ട് ചെയ്ത് മനസ്സിലായോ? ചോദ്യം നോക്ക് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the IR spectrum, the absorption band due to carbonyl in phenyl acetate appears such. Phenyl acetate. Phenyl acetate എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡും ഫീനോളും അല്ലേ? അസറ്റിക് ആസിഡും ഫീനോളും. സോ ദിസ് ഈസ് ഫിനൈൽ അസറ്റേറ്റ്. ഇതാണ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നമുക്ക് അറിയണം. അപ്പൊ ഇത് എസ്റ്റർ ആണ്. എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു 1740 അബവ് ആയിരിക്കും. 1750 കൂട്ട്. അപ്പൊ ഈ എസ്റ്ററിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഓക്സിജൻ ഈസ് കണക്റ്റഡ് ടു ഫിനൈൽ ഗ്രൂപ്പ്. ദാറ്റ് മീൻസ് ദർ ഈസ് എ റെസണൻസ് ഹിയർ. ദാറ്റ് ഈസ് എ മൈനസ് ഐ ഇഫക്റ്റ്. ഇവിടെ ശരിക്കും ഓക്സിജനും ഫിനൈൽ ഗ്രൂപ്പും തമ്മിൽ റെസണൻസ് ആണുള്ളത് അല്ലേ? ഓക്സിജനും ഫിനൈൽ ഗ്രൂപ്പും തമ്മിൽ റെസണൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ ഓക്സിജന്റെ ലോൺ പെയറും കൂടി ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ്. കാരണം ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ദാറ്റ് മീൻസ് ന്യൂ ബാർ ഇൻക്രീസ് ചെയ്യും. ന്യൂ ബാർ ഇൻക്രീസ് ചെയ്യും അല്ലേ? ഇപ്പൊ ഏകദേശം ഒരു 1750 കൂടി 20-25 റേഞ്ച് കയറാണെങ്കിൽ, അല്ലെങ്കിൽ 30 മാക്സിമം കയറാം. ഒരു 25 കയറാണെങ്കിൽ 1775 അടുത്തൊക്കെ വരും. ദാറ്റ് മീൻസ് എന്താണെങ്കിലും നമുക്ക് 1740 ഞാൻ പറഞ്ഞു അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു 40 എടുക്കുകയാണെങ്കിൽ 45 45 എടുക്കുക. 45 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് 1700 എത്ര വരും? 5 5 10 1770 അല്ലെങ്കിൽ 1770 കൂട്ട്. അപ്പൊ നമുക്ക് ഏകദേശം എത്ര എടുക്കാം? 1760 അല്ലേ? ഫിനൈൽ അസറ്റേറ്റ് വരാണെങ്കിൽ. ആ സമയം ഇതിപ്പോ ഇങ്ങനെയാന്ന് വിചാരിക്കുക. അതായത് മീഥൈൽ ബെൻസോയേറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതേ ചോദ്യം തന്നെ മീഥൈൽ ബെൻസോയേറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും? ബെൻസോയിക് ആസിഡിന്റെ എസ്റ്റർ ആണ്. അപ്പൊ ബെൻസോയിക് ആസിഡ് എന്തായിരിക്കും? C6H5 C ഡബിൾ ബോണ്ട് OCH3. ദിസ് ഈസ് മീഥൈൽ ബെൻസോയേറ്റ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, 1745 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എസ്റ്ററിന്റെ നോർമൽ വാല്യൂ. ഇവിടെ എന്താ സംഭവിക്കണേ? ഇത് കോഞ്ചുഗേഷനിലുണ്ട്. കോഞ്ചുഗേഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? കോഞ്ചുഗേഷൻ ആണ് വരുന്നതെങ്കിൽ ന്യൂ ബാർ കുറയും, ബോണ്ട് സ്ട്രെങ്ത് കുറയും. അപ്പൊ 1745 കുറയണം. അപ്പൊ ഏകദേശം എത്ര വരും? 1710 ആ റേഞ്ചിൽ വന്ന് കിടക്കും. 1720 റേഞ്ചിൽ വന്ന് കിടക്കും. മനസ്സിലായോ? രണ്ടുപേരെ, മീഥൈൽ ബെൻസോയേറ്റും ഫിനൈൽ അസറ്റേറ്റും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിനൈൽ അസറ്റേറ്റ് വരുമ്പോൾ എന്തുകൊണ്ടാണ് വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടുന്നതെന്ന് മനസ്സിലായോ? ഫിനൈൽ അസറ്റേറ്റ് വരുമ്പോ അതിന് കാരണം എന്താ? ഇതായിരുന്നു നോർമൽ എസ്റ്ററിന്റെ വാല്യൂ. 1740-45 വാല്യൂ വരുന്നത്. ഈ വാല്യൂവിന് ഇവിടെ ഈ ഓക്സിജൻ ഒരു ഫിനൈൽ റിംഗ് ആയിട്ട് കണക്ഷൻ വരുന്ന കാരണം, ഇവിടെ ഒരു റെസണൻസ് വർക്ക് ചെയ്യുന്ന കാരണം ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് വരുന്നത്. ദാറ്റ് മീൻസ് ഈ ഓക്സിജന്റെ ലോൺ പെയറും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇതിന് ട്രിപ്പിൾ ബോണ്ട് ഇഫക്റ്റ് കിട്ടുകയാണ്. ദാറ്റ് മീൻസ് വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടുകയാണ്. ഇവിടെ എന്താ സംഭവിക്കണേ? ഇവിടെ ഓക്സിജൻ കണക്റ്റഡ് ടു CH3 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു ഇഫക്റ്റ് വരുന്നില്ല. പക്ഷെ ഡബിൾ ബോണ്ടും കാർബോൺ ഗ്രൂപ്പും തമ്മിൽ ഇവിടെ റെസണൻസ് വരുന്ന കാരണം ഇവിടെ എന്ത് സംഭവിക്കും? ഇയാളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി കുറയും. ഡബിൾ ബോണ്ടോ എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടോ ആയിട്ട് മാറും. അതുകൊണ്ട് അതിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി കുറയും. അപ്പൊ 1745 നിങ്ങൾ 20 ഇത്ര കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 1715 ആ റേഞ്ചിൽ വന്ന് കിടക്കും. 20 ആ റേഞ്ചിൽ വന്നു.
ക്ലിയർ ആണോ രണ്ടും? ഫിനൈൽ അസറ്റേറ്റ് ആൻഡ് മീഥൈൽ ബെൻസോയേറ്റ്. അപ്പൊ നമ്മൾ വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ ചോദ്യങ്ങൾ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഒന്ന് റിംഗ് സ്ട്രെയിൻ കണ്ടു, റിംഗ് സ്ട്രെയിൻ കണ്ടു. പിന്നെ എന്താ കണ്ടത്? മൈനസ് ഐ ഇഫക്റ്റ് കണ്ടു. പിന്നെ ഏതാ കണ്ടത്? കോൺജുഗേഷൻ കണ്ടു. റിംഗ് സ്ട്രെയിൻ വരുമ്പോൾ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടും. മൈനസ് ഐ ഇഫക്റ്റ് വരുമ്പോൾ ഇത് ഈ എക്സാമ്പിൾ വിചാരിക്കുക, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഇഫക്റ്റ്. വൈബ്രേഷൻ ഫ്രീക്വൻസി കൂടും. കോൺജുഗേഷൻ വരുമ്പോൾ വൈബ്രേഷൻ ഫ്രീക്വൻസി കുറയും. ഇല്ലേ? നമ്മൾ എക്സാമ്പിൾ കണ്ടില്ലേ? റിംഗ് സ്ട്രെയിൻ കണ്ടു, 5 മെമ്പേർഡ് റിംഗ് സിസ്റ്റം. ഇതാണ് ഒരു മൈനസ് ഐ ഇഫക്റ്റ് വരുന്ന എക്സാമ്പിൾ. ഇതാണ് കോൺജുഗേഷൻ വരുന്ന എക്സാമ്പിൾ. കോൺജുഗേഷൻ വരുന്ന എക്സാമ്പിൾ നമ്മൾ വേറെയും കണ്ടിരുന്നു. ക്ലിയർ ആണോ? IR ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ കിടക്കാൻ പോണ നേരത്തെ ഒന്നും കൂടി ഒന്ന് നോക്കുക. നമ്മൾ ഇന്ന് കണ്ട ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക. സ്പെക്ട്രോസ്കോപ്പി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. സ്പെക്ട്രോസ്കോപ്പിയുടെ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിൽ. അത് കുഴപ്പമില്ല. കമ്മിങ് ക്ലാസ്സസിൽ ഇതേ ക്വസ്റ്റ്യൻസിനെ റിപ്പീറ്റ് ചെയ്ത് വരും. കൺസെപ്റ്റ് സെയിം ആണ്, ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണ്, അത്രയേ ഉള്ളൂ കേട്ടോ. അത് ശരിയായിക്കോളും. ഓക്കെ, താങ്ക് യു.